ഇപ്പോൾ ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സൺസെറ്റിന്റെ ടൈമാണ് കേട്ടോ. അതായത് ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ തിരുപ്പത്തൂർ നഗരത്തിന്റെ ഒരു ഭാഗത്തെ കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് കയറിയതാണ് കേട്ടോ. കണ്ടില്ലേ, ഏലഗിരി മലനിരകളൊക്കെ കണ്ടോ, കോടകൾ കൊണ്ട് മൂടി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു സമയം മുതൽ ഇവിടെ തണുപ്പാവാൻ തുടങ്ങും കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. കോടയൊക്കെ മൂടിയിട്ട് രാത്രി ഞാൻ കാണിച്ചു തരാം ഒരു കാഴ്ചയൊക്കെ. വേറെ ലൈഫാണ് കേട്ടോ അവിടെ. ക്ലൈമറ്റ് കൊണ്ട് അടിപൊളി ക്ലൈമറ്റാണ്. നൈറ്റ് നമ്മൾ വാൽപ്പാറൊക്കെ പോയിട്ടുള്ള ആ ഒരു ക്ലൈമറ്റ് ഇല്ലേ ചില ദിവസങ്ങളിൽ കേട്ടോ, ഇടവിട്ട്. ഇപ്പം ഇന്നലെ വലിയ തണുപ്പുണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ന് ചിലപ്പോൾ നല്ല തണുപ്പായിരിക്കും. ഒന്നരാട നല്ല തണുപ്പ്. ഇതാണ് ഗൈസ് നമ്മുടെ റെസ്റ്റോറൻറ്റ് റെയിൻബോ. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിമാരിരുന്ന് ഫുഡ് കഴിക്കുന്ന സ്പേസാണ് കേട്ടോ. മജ്ലിസാണ് നമ്മൾ കാണുന്നത്. അതായത് ഇവർ എന്താ പറയുക, നിലത്തിരുന്ന് ചന്ദനപ്പടിയൊക്കെ ഇട്ടിരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് തൃപ്തിയാവുള്ളൂ, വലിയ വലിയ ആളുകൾക്ക്. നമ്മുടെ നാട്ടിലൊക്കെ നേരെ തിരിച്ചല്ലേ. മലബാറിന്റെ മണ്ണിലെ സ്വാദേറും രുചിക്കൂട്ടുകൾ കൊണ്ടൊരുക്കിയ തലശ്ശേരി ബിരിയാണിയോ, ഇന്ത്യയിലെ ഏറ്റവും സ്വാദിഷ്ടമായ ഹൈദരാബാദ് ബിരിയാണിയോ, പിന്നെ അല്ലറ ചില്ലറ ഒരുപാട് ചൈനീസ് വിഭവങ്ങൾ കൊണ്ട് തമിഴ് മനസ്സുകളിൽ സ്ഥാനം പിടിച്ചെടുത്ത റെയിൻബോ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു എന്നെ കൊണ്ടുപോയി ഇറക്കിയത്. പിന്നീടുള്ള 10 ദിവസം അതായിരുന്നു എൻ്റെ ലോകം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹിൽ കാച്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ജോളാർപേട്ട സീനാണ് ഗൈസ്. നമ്മളിപ്പോൾ ഉള്ളത് ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടിപ്പുറത്താണ് കേട്ടോ. തമിഴ്നാട്ടിൽ വന്നപ്പോൾ ഈ കോലത്തിലൊക്കെ ആയി, മുട്ടയൊക്കെ കൊഴിഞ്ഞ് ആകെ സീനാണ്. ഇവിടെയുള്ള ആൾക്കാർ കുളിക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര എന്തോ ഒരു ഇതല്ലായിരുന്നു അവരോട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് കുളിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടുത്തെ അങ്ങനത്തെ വെള്ളമാണ്. പക്ഷെ ഞാൻ കുളിച്ചിട്ടുണ്ട് കേട്ടോ, അത് വേറെ കേസ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ജോളാർപേട്ട ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്. ഇനി ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ ബാക്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുമ്പോഴേക്കും ബാക്കി കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാം. കൃത്യമായിട്ടൊരു പ്ലാനിങ്ങും ഇല്ല. ഇനി എങ്ങോട്ട് എന്നുള്ളൊരു കാര്യമൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം. ഇനി നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോയാലോ. ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ തിരുപ്പത്തൂർ ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് ജോളാർപേട്ട. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനുകളിലൊന്നായ ദക്ഷിണ റെയിൽവേയിലെ ഒരു യാത്രാ റെയിൽവേ ഹബ്ബാണിത്. ജില്ലാ ആസ്ഥാനമായ തിരുപ്പത്തൂരിൽ നിന്നും 7 കിലോമീറ്റർ ദൂരവും വാണിയമ്പാടിയിൽ നിന്നും 18 കിലോമീറ്റർ ദൂരവും ഇങ്ങോട്ടെത്താനായിട്ടുണ്ട്. മനോഹരമായ ഭൂപ്രകൃതി കൊണ്ടും കാലാവസ്ഥ കൊണ്ടും അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റിയ തമിഴ്നാട്ടിലെ പ്രദേശങ്ങളിലൊരിടം. അങ്ങ് ദൂരെ മനോഹരമായ കാടും മലയുമേറിയ ഏലഗിരി മലനിരകളുടെ വിസ്മയം തീർക്കുന്ന കാഴ്ചകൾ. ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷന് ഫ്രണ്ടിലുള്ള ഒരു സ്ട്രീറ്റിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൺഡേ ആയതുകൊണ്ട് തന്നെ ഷോപ്പുകളിൽ പകുതിയും അടവാണ്. ലോകത്തുള്ള കോഴികളുടെ ആസ്ഥാന അന്ത്യദിനമായതുകൊണ്ട് തന്നെ കുറേ എണ്ണത്തിനെ വെട്ടിക്കൂട്ടുന്നതും കണ്ടു.
പുറകിൽ ഷൂട്ട് ചെയ്തു പോകുന്ന ഒരാള് കുറേ നേരമായിട്ട് ഫോളോ ചെയ്യുന്നതായി അറിഞ്ഞപ്പോൾ തിരികെ നോക്കിയ ആ ഒരു വയലന്റ് മനുഷ്യനെ ഞാൻ കണ്ടു. ഉള്ളിലേക്കുള്ള സ്ട്രീറ്റുകളിലേക്ക് ക്യാമറയുമായി കയറി ചെന്നാൽ നല്ല തല്ല് കിട്ടുമെന്നും ഞാൻ കേട്ടു. പഴയൊരു മലയാള സിനിമയിലെ കാഴ്ചയാണല്ലോ നോം ഈ കാണുന്നത് എന്ന് തോന്നിപ്പോകുന്നവരുണ്ടോ? പേടി ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കേട്ടോ. അതിനകത്തേക്ക് ഇങ്ങനെ പുകയില നിറച്ചുകൊണ്ട് സൂചി എന്തോ വെച്ചിട്ട് ഇങ്ങനെ കുത്തി ഫില്ല് ചെയ്തിട്ട് നൈസായിട്ട് ഉണക്കാൻ വെക്കും. അതാണ് പരിപാടി. വിശന്ന് ഒരു പരിവേഷമായപ്പോൾ നൈസായിട്ട് അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ തപ്പിയിട്ടായി അടുത്ത എൻ്റെ യാത്ര. അങ്ങനെ ഒരുപാട് നേരത്തെ തെരച്ചിലിനൊടുവിൽ നമ്മളിതാ തമിഴ്നാട്ടിലെ ഉസ്താദ് ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു രംഗം കണ്ടപ്പോൾ ആ ഒരു രംഗം ഓർത്തവരായിട്ടുണ്ടോ എന്നെ പോലെ? അപ്പോൾ എന്തായാലും ഇവിടുന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ. ബാക്കി വരുന്നോടത്ത് കാണാം. 100 രൂപയാണ് ചിക്കൻ ബിരിയാണിക്ക് വരുന്നത്. വേറെ വഴിയൊന്നുമില്ല. നമ്മൾ നേരത്തെ ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ വെജ് ഐറ്റംസുകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഫ്രൈഡ് റൈസ് ഐറ്റംസുകൾ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കഴിക്കണം. ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അത്രമേൽ തൃപ്തിയായിട്ടുള്ള ഫുഡ് കിട്ടണമെന്നൊന്നുമില്ല. കഴിക്കുക അത്ര തന്നെ, മനുഷ്യന്മാരല്ല അല്ല അത്ര. അപ്പോൾ കഴിച്ച് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ചിക്കൻ ബിരിയാണി. വലിയ ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കരുത്, നമ്മുടെ രീതിയിലുള്ള ബിരിയാണി ഒന്നുമല്ലല്ലോ. ശേഷം നമ്മുടെ നാട്ടുമ്പുറങ്ങളിലെ പണ്ടത്തെ ഒരു ടിപ്പിക്കൽ ചായക്കടയും ഞാൻ കണ്ടു. மண்ணு மேல தப்பி விழுந்தான் பாரு. அதோட சரி அவன் நல்ல கவனத்தார விழுறது விழுந்தான். அப்படி மண்ணு அந்த நெண்ணி மேல விழுந்தான்னா അങ്ങനെ ജോളാർപേട്ടയിലെ എല്ലാം കണ്ടതിനും കേട്ടതിനും ശേഷം നമ്മൾ വീണ്ടും റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കിവിടുന്ന് 3 ഓപ്ഷനാണുള്ളത്. ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കും തിരിച്ച് നാട്ടിലേക്കും പോകാനുള്ള ഓപ്ഷൻ. നാട്ടിലേക്കുള്ള ട്രെയിന് 2 മണിക്കൂർ ലേറ്റ് ആയതിൻ്റെ ഭാഗമായിട്ട് ചെന്നൈയിലേക്കുള്ള ട്രെയിന് 30 മിനിറ്റ് നേരം കൊണ്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നൈസായിട്ട് ചെന്നൈയിലേക്കുള്ളൊരു ടിക്കറ്റ് എടുത്തുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഈ ട്രെയിനിൽ കയറിയാൽ പരലോകത്തേക്കും കൂടിയുള്ള ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് കണ്ട ഞാൻ നൈസായിട്ട് വേണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനത്തിലായി. അവസാനം കാല് കുത്താൻ ഒരു ഇടം കണ്ടപ്പോൾ മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അതിലേക്ക് അങ്ങോട്ട് കയറ്റി കുത്തിയതിൻ്റെ ഭാഗമായിട്ട് ട്രെയിനിൽ കാഴ്ചകളും കണ്ട് ഇങ്ങനെ പോയിക്കിട്ടേ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് വാണിയമ്പാടി എന്ന് പറയുന്ന സ്റ്റേഷൻ. ട്രെയിൻ എടുത്തിട്ടാ അങ്ങനെ ഏറെ നേരത്തെ ശ്വാസം പോലും കിട്ടാതെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഈ ഒരു യാത്രയുടെ അവസാനത്തെ കാത്തിരിപ്പ് MGR ചെന്നൈ സെൻട്രൽ.
എത്തിയിരിക്കുകയാണ് നമ്മൾ ഗൈസ്. ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷനിലും കൂടിയാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. രാത്രി 11 മണി കഴിഞ്ഞാൽ കള്ളന്മാരുടെ ആസ്ഥാന കേന്ദ്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ചെന്നൈ നൈറ്റ് ലൈഫ് എപ്പിടി ഇരിക്കല് നമുക്ക് പാക്കലാം നെക്സ്റ്റ് വീഡിയോയിൽ. ഇപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ വിലയേറിയ സപ്പോർട്ടുകളുമാണ് എൻ്റെ മുന്നോട്ടുള്ളൊരു ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ബൈ ബൈ.